എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിരൺ. PPS എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയോട് കൂടി നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലോട്ടാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നതാണ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കിംഗ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? കാസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു. നമുക്ക് നോർമലി എല്ലാ പ്രൊഡക്റ്റുകളും കാസ്റ്റിംഗ് വഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെക്കാനിക്കൽ വർക്കിംഗ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ വർക്കിങ്ങിനെ ഹോട്ട് വർക്കിങ്ങും കോൾഡ് വർക്കിങ്ങും എന്ന രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഹോട്ട് വർക്കിംഗ്, എന്താണ് കോൾഡ് വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കിംഗ്, ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കായിട്ട് തന്നെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയും, നമ്മൾ കാസ്റ്റ് അയണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി സ്റ്റീലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രണ്ട് മെറ്റീരിയൽസാണ് കാസ്റ്റ് അയണും അതുപോലെ തന്നെ സ്റ്റീലും. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റീൽ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സ്റ്റീൽ എന്ന് പറയുന്നത്, സ്റ്റീൽ ഇസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു അലോയിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റീൽ എന്ന് പറയുന്നത്. നോർമലി സ്റ്റീൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 1.5% വരെയാണ്. 1.5% വരെ മാത്രമാണ് സ്റ്റീലിൽ കാർബൺ അടങ്ങിയിട്ടുള്ളത്. ഈ എപ്പോഴാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ, അതായത് കാർബണിൻ്റെ കോൺസെൻട്രേഷൻ 1.5% ആയിട്ടും കൂടുന്നത്, അപ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നോർമലി നമ്മൾ സ്റ്റീലിൽ കാർബൺ 1.5% ആവുന്ന വരെ എന്താണ്, അയണിൻ്റെ ഒപ്പം ഒരു കമ്പൈൻ സ്റ്റേറ്റിലാണ് അയൺ കാർബൈഡ് Fe3C എന്നുള്ള ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അയൺ കാർബൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് കാർബണിൻ്റെ പേഴ്സൻറ്റേജ് 1.5% ആയിട്ട് കൂടുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും, അയൺ ഫ്രീ കാർബണായിട്ട് മാറും. പിന്നെ അഡീഷണലായിട്ട് വരുന്ന കാർബണൊക്കെ എന്താവും, ഫ്രീ കാർബണായിട്ട് മാറും. ഇങ്ങനെ ഫ്രീ കാർബണായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കാർബൺ ഫ്രീ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഫോമിലോട്ട് മാറുന്നതുകൊണ്ടാണ് എന്തുന്നത്, നമ്മളുടെ സ്റ്റീലെന്ന് എന്തായിട്ട് മാറുന്നത്, കാസ്റ്റ് ചെയ്യാനായിട്ട് മാറുന്നത്. ഓക്കെ. ഇത്രയാണ് സ്റ്റീലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് സ്റ്റീലിനെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ലോ കാർബൺ സ്റ്റീൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയും മൈൽഡ് സ്റ്റീൽ എന്ന് പറയും. ലോ കാർബൺ ഓർ മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 0.05 മുതൽ 0.30% വരെയാണ്. നമ്മൾ നോർമലി മൈൽഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് നെട്ട്, അതുപോലെ തന്നെ ബോൾട്ടൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്താണ് മൈൽഡ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കാറ്. സെക്കൻഡ് വണ്ണാണ് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. മീഡിയം കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 0.30 മുതൽ 0.60% വരെയാണ്. നമ്മൾ നോർമലി മൈൽഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് റെയിലിൻ്റെ മാനുഫാക്ചറിങ്ങിനും അതുപോലെ തന്നെ റെയിലിൻ്റെ ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. തേർഡ് വണ്ണാണ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ വരുന്നത് 0.60 മുതൽ 1.5% വരെയാണ് കാർബണിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ ടൂൾ സ്റ്റീൽ എന്നും പറയാറുണ്ട്. ടൂൾ സ്റ്റീൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് മെഷീൻ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ടൂൾ സ്റ്റീൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൂൾ സ്റ്റീലിന് വരുന്നത് 0.90 മുതൽ 1.5% വരെയാണ് എന്ത് വരുന്നത്, ടൂൾ സ്റ്റീലിലെ കാർബണിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് പറയാം, ലാസ്റ്റ് വണ്ണായിട്ട് വേണമെങ്കിൽ അലോയിഡ് സ്റ്റീൽ എന്ന് പറയാം. അതായത് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് അൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയസ് മെറ്റൽസ് സ്റ്റീലിലോട്ട് ആഡ് ചെയ്യുന്നതിനാണ് അലോയിഡ് സ്റ്റീൽ എന്നും പറയും. 4 രീതിയിലാണ് സ്റ്റീലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് എന്ത്, സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇപ്പോൾ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ്. സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്റ്റീലിൽ വരുന്ന പ്രധാനപ്പെട്ട ഇമ്പ്യൂരിറ്റീസുകളാണ് സൾഫറും ഫോസ്ഫറസും. സൾഫറും ഫോസ്ഫറസും കറസ്പോണ്ടിങ് സൾഫൈഡ്സ് ഫോം ചെയ്യും.
ഈ സൾഫേറ്റ്സ് കാരണം എന്ത് ചെയ്യും, നമ്മളുടെ മെൽറ്റിംഗ് പോയിൻ്റ് കുറയും, അതുപോലെ തന്നെ ബ്രിട്ടിൽനെസ്സും കൂടും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പ്യൂരിറ്റീസാണ് മാംഗനീസും സിലിക്ക എന്ന് പറയുന്നത്. മാംഗനീസ് സൾഫൈഡൊക്കെ ആയിട്ട് മാറുന്ന എന്താണ്, ഒരേ സമയം ഡീഓക്സിഡൈസറുമാണ്, അതുപോലെ എന്താണ് പ്യൂരിഫയിങ് ഏജൻസുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കാൻ. റിക്വയർഡ് എമൗണ്ടിൽ മാംഗനീസും സിലിക്കേറ്റ്സും നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റീൽ അവൈലബിൾ ആവണം, എന്നാലും അതിൻ്റെ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്ത് വേണം, റിക്വയർഡ് എമൗണ്ടിൽ അയണും വേണം, കാർബണും വേണം. അപ്പോൾ ഇത്തരത്തിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകൾ 1 by 1 ആയിട്ട് നോക്കാം. കൊമേഴ്ഷ്യലി സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 6ഓളം പ്രക്രിയകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മളിവിടെ പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള 3 മെത്തേഡുകളെ കുറിച്ച് മാത്രമാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്. ചിത്രത്തിൽ കാണുന്നതാണ് എന്ത്, ഒരു ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിലൊരു ഫർണസ് കാണാൻ സാധിക്കും. ഈ ഫർണസിനെയാണ് നമ്മൾ സീമൻ മാർട്ടിൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് സീമൻ മാർട്ടിൻ ഓപ്പൺ ഹെർത്ത് ഫർണസ് ആണ് നമ്മൾ പറയുക. ഈ ഓപ്പൺ ഹെർത്ത് ഫർണസിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രാക്ടറി മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്തിട്ടുള്ള ഒരു റൂഫും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശേഷം തന്നെ അവിടെ നിങ്ങൾക്ക് ചാർജിങ് ഡോർസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചാർജിങ് ഡോർസിലൂടെയാണ് നമ്മളിതിനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിൽ സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള പിഗ് അയൺ, സ്റ്റീൽ സ്ക്രാപ്പ്, അയൺ ഓക്സൈഡ്സ്, അതുപോലെ തന്നെ അയൺ ഓർ, ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ചാർജിങ് ഡോഡ് വഴി ഈ ഫർണസിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ ഗ്യാസ് ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പിഗ് അയണും സ്റ്റീൽ സ്ക്രാപ്പിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. ഇങ്ങനെ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റലോട്ട് മാറും. ഇത്തരത്തിൽ നമ്മൾ 1600 മുതൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഫ്യൂവൽ ഗ്യാസസ് ബേൺ ചെയ്തിട്ടായിരുന്നു. ഫ്യൂവൽ ഗ്യാസസ് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെമ്പറേച്ചർ നമ്മൾ അറ്റൈൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഫ്യൂവൽ ഗ്യാസസ് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്യാസസിലോട് നമ്മൾ എന്തും സപ്ലൈ ചെയ്യേണ്ടി വരും, എയർ സപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ, എയർ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എയർ നേരിട്ട് ഫ്യൂവൽ ഗ്യാസിലോട്ട് സപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കില്ല, ബേണിങ് നടക്കില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിനെ പ്രീ ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്യൂവൽ ഗ്യാസായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ റീജനറേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ചെക്കർ ചേമ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ റീജനറേറ്റീവ് അല്ലെങ്കിൽ ചെക്കർ ചേമ്പറിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയറിനെ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഹോട്ട് ഗ്യാസസിന് എന്ത് ചെയ്യും, നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹോട്ട് ഗ്യാസസിന് ഈ റീജനറേറ്റീവ് അല്ലെങ്കിൽ ചെക്കർ ചേമ്പറിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ റീജനറേറ്റീവ് ചെക്കർ ചേമ്പറിൻ്റെ ഒക്കെ സൈഡിൽ എന്ത് ചെയ്യുന്നത്, ചെക്കർ ബ്രിക്സ് ഉണ്ട്, ചെക്കർ ബ്രിക്സ്. അപ്പോൾ ഈ ചെക്കർ ബ്രിക്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഹോട്ട് ഗ്യാസസിന് എന്ത് ചെയ്യും, ഹീറ്റ് വലിച്ചെടുത്തിട്ട് ബ്രിക്കൊക്കെ ചൂടായിട്ട് നിൽക്കും. ഈ ചൂടായിട്ട് നിൽക്കുന്ന ബ്രിക്കിലോട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ കംപ്രഷൻ ചേമ്പറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, എയറിനെ കടത്തിവിടും. അപ്പോൾ എയർ എന്ത് ചെയ്യും, പ്രീ ഹീറ്റ് ചെയ്യും. ഇങ്ങനെ പ്രീ ഹീറ്റ് ആയിട്ടുള്ള എയറും ഫ്യൂവൽ ഗ്യാസസും എന്ത് ചെയ്യും, ഫർണസിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, കൂടിച്ചേരും. ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ബേണിങ് നടക്കും. ആ ബേണിങ് നടക്കുമ്പോൾ ടെമ്പറേച്ചറാണ് നമ്മൾ പറഞ്ഞാൽ 1600 മുതൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ. ഈ ടെമ്പറേച്ചർ എത്തുന്നതോട് എന്ത് ചെയ്യും, നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെക്കാട്ടി കൂടി പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ സോൾഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, മോൾട്ടൺ ഫോമിലോട്ട് മാറും. അങ്ങനെ മോൾട്ടൺ ഫോമിലോട്ട് മാറിയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാണാൻ ടാപ്പ് ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡയഗ്രം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും.
ഡയഗ്രാം മനസ്സിലാക്കുക, അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ മനസ്സിലാക്കുക. നമ്മൾ ഈ റീജനറേറ്റീവ് ചെക്കർ ചേമ്പറിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളവിടെ ഒരു സ്ലൈഡിങ് വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്ലൈഡിങ് വാൽവിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയത്ത് വരുന്ന ഈ ഫ്യൂൽ ഗ്യാസസിനും അതുപോലെ തന്നെ എയറിനും പാസേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ 20 മിനിറ്റിൽ റിവേഴ്സ് ചെയ്തിട്ടും നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റീജനറേറ്റീവ് എന്ന് പറയാൻ കാരണം. എന്താണ്, നമ്മൾ വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കമ്പഷൻ ചേമ്പർ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാണ്. ആ പ്രീ ഹീറ്റ് ചെയ്ത കമ്പഷൻ ചേമ്പറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, എയർ കടത്തി വിടും. അപ്പോൾ എന്ത് ചെയ്യും, എയർ ഹോട്ട് എയറായിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഹോട്ട് ഗ്യാസ് അടുത്തൊരു ചേമ്പറിലോട്ട് കടത്തി വിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ചേമ്പർ ചൂടാക്കും. എന്നിട്ട് നമ്മൾ അതുവഴിയാണ് പിന്നെ എയർ കടത്തി വിടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ബേൺ ചെയ്തതിനു ശേഷം വീണ്ടും ഉണ്ടാകുന്ന ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യും, തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ചേമ്പറിലോട്ട് കടത്തി വിടും. അതെന്ത് ചെയ്യും, അവിടുത്തെ ചെക്കർ ബ്രിക്സിനെ ചൂടാക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, താഴെ കാണുന്ന എയറിൻ്റെ പാസേജ് റിവേഴ്സ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ ഹീറ്റ് ചെയ്തിട്ടുള്ള ചേമ്പറിലൂടെ എയർ കടന്നു പോകും. അപ്പോൾ അവിടെ വീണ്ടും പ്രീ ഹീറ്റ് ആവും. വീണ്ടും എന്ത് ചെയ്യും, ഫ്യൂൽ ഗ്യാസ് വഴി സപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, റീജനറേറ്റീവ് ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റീജനറേറ്റീവ് ഹീറ്റിംഗ് പ്രോസസ്സ് നമ്മൾ പറയാറുണ്ട്. റീജനറേറ്റീവ് ഹീറ്റിംഗ് പ്രോസസ്സ്. റീജനറേറ്റീവ് ഹീറ്റിംഗ് പ്രോസസ്സ് വഴിയാണ് എന്താണ് ഓപ്പൺ ഹെർത്തിൽ നമ്മൾ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഉള്ളടക്കം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഡിപ്ലോമ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കേണ്ട ഒരു ഫിഗറാണ് ഞാൻ ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് ഫിഗറാണത്. അപ്പോൾ നിങ്ങൾക്ക് റീജനറേറ്റീവ് ചേമ്പർ കാണാൻ സാധിക്കും, എയർ വരുന്ന പാസേജ് കാണാൻ സാധിക്കും. നമ്മുടെ ഫ്യൂവൽ ഞാനവിടെ ഓയിൽ ബർണർ എന്നുള്ള പോർഷനിലൂടെയാണ് കാണിച്ചിട്ടുള്ളത്. അതുവഴിയാണ് നമ്മളിത് ഫ്യൂവൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. ടോപ്പ് പോർഷൻ വെച്ച് എന്ത് ചെയ്ത് ബേൺ ചെയ്യും. ആ സമയത്ത് നമ്മൾ ചാർജിങ് ഡോർ വഴി എന്ത് ചെയ്യും, നമ്മൾ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യും. ആ സപ്ലൈ ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഈ ബേണിങ് കാരണം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റലോട്ട് മാറും. നമ്മൾ ആ ടാപ്പ് ഹോൾ വഴി എന്ത് ചെയ്യും, അതിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്ലോമ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഫിഗർ വരച്ചാൽ മതി. കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഫിഗറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ഫർണസിൻ്റെ ഉൾഭാഗത്ത് നടക്കുന്ന പ്രോസസ്സ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. എയർ വരുന്നത് കാണാൻ സാധിക്കും, മേലെ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന കാണാൻ സാധിക്കും. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത്. തൊട്ട് താഴെ എന്ത് ചെയ്യുന്നു, നമ്മളെ മോൾട്ടൺ മെറ്റൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി കാണിച്ചൊരു ഫിഗറാണ്. ജസ്റ്റ് കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഞങ്ങൾക്ക് നമുക്ക് അടുത്ത പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു മോൾട്ടൺ മെറ്റൽ അല്ലേ, മോൾട്ടൺ മെറ്റലാണ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലാഗും ഉണ്ടാവുന്നുണ്ട്. ഈ മോൾട്ടൺ മെറ്റലിൻ്റെ മുകളിലാണ് ഈ സ്ലാഗ് ഉണ്ടാവുക. ഈ സ്ലാഗിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിലുണ്ടാകുന്ന റിയാക്ഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഇവിടെ ഉണ്ടാകുന്ന സ്ലാഗ് എന്ന് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ജസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിലെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പറയാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ റിഫ്രാക്ടറി ലൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിൽ യൂസ് ചെയ്യാറ്. ഒന്ന് അസിഡിക്കായിട്ടും പിന്നൊന്ന് ബേസിക്കായിട്ടും. ലൈനിങ് അസിഡിക് ആണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിന് നമ്മൾ അസിഡിക് പ്രോസസ്സ് എന്ന് പറയും. ലൈനിങ് ബേസിക് മെറ്റീരിയൽ ഉപയോഗിച്ച കോട്ടയം നമ്മളിതിന് ബേസിക് പ്രോസസ്സ് എന്ന് പറയും. അസിഡിക് പ്രോസസ്സും ബേസിക് പ്രോസസ്സും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അനുസരിച്ചാണ്. അസിഡ് പ്രോസസ്സിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് സിലിക്കണും അതുപോലെ മാംഗനീസുമാണ്. എന്നാൽ ബേസിക് പ്രോസസ്സിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് സൾഫറും ഫോസ്ഫറസും കൂടുതലാവുന്ന സമയത്താണ് ബേസിക് ലൈനിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിലിക്കണും മാംഗനീസും നമ്മൾ ഇമ്പ്യൂരിറ്റീസ് കൂടുതലായിരുന്ന സമയത്ത് അസിഡിക് പ്രോസസ്സിൽ റിഫ്രാക്ടറി കോട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കയാണ്. ബേസിക് പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡോളോമൈറ്റാണ്. ഡോളോമൈറ്റ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റും മെഗ്നീഷ്യം കാർബണേറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കാൽസ്യം കാർബണേറ്റിലെയും മെഗ്നീഷ്യം കാർബണേറ്റിലെയും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും അതുപോലെ മെഗ്നീഷ്യം ഓക്സൈഡായിട്ടും മാറും. ഓക്കെ, ഇനി നമ്മൾ സിലിക്കയും അതുപോലെ മാംഗനീസും ഇമ്പ്യൂരിറ്റീസ് വരുന്ന സമയത്ത് സിലിക്കൺ ഓക്സൈഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിഫ്രാക്ടറി കോട്ടിംഗ് എന്ന് പറഞ്ഞു. ഇതെന്ത് ചെയ്യും, നമ്മളുടെ സിലിക്കൺ ഓക്സൈഡായിട്ട് കൂടി ചേർന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിക്കേറ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, സൾഫറും ഫോസ്ഫറസും സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഓക്സൈഡ്സ് ആയിട്ട് മാറും. അതായത് P2O5ഉം SO3 ആയിട്ട് മാറും. ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഇതിലെ കാൽസ്യം ഓക്സൈഡും മെഗ്നീഷ്യം ഓക്സൈഡും ആയിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും, കാൽസ്യം ഫോസ്ഫേറ്റ്
അതുപോലെ തന്നെ കാൽസ്യം സൾഫേറ്റുമായിട്ട് മാറും. ഓക്കെ, ഈ മാംഗനീസ് സിലിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലാഗ് എന്ന് പറയുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും സ്ലാഗ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കിത് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന മാംഗനീസ് സിലിക്കേറ്റും അതുപോലെ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റാണ് കടച്ചിത്തറിലായിരുന്നു മോൾട്ടൺ മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്ലാഗ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും, സ്ലാഗായിട്ട് അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുള്ള സ്ലാഗ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ റിക്വയർഡ് മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ടാപ്പ് ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിൽ വരുന്ന ലൈനിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഈ ലൈനിങ് അനുസരിച്ച് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിന് അസിഡിക് പ്രോസസ്സും അതുപോലെ ബേസിക് പ്രോസസ്സായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളതാണ് നമ്മളുടെ ഓപ്പൺ ഹെർത്തിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫ്രീ കാർബൺ എന്ത് ചെയ്യും, ഹാഫ് ഓറ്റായിട്ട് പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡായിട്ട് മാറും. സിലിക്കൺ ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. മാംഗനീസ് ഉണ്ട് മാംഗനീസ് ഓക്സൈഡായിട്ട് മാറും. ഇത്തരത്തിൽ മാറിയിട്ടുള്ള ഓക്സൈഡ്സുകൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് കാൽസ്യം ഓക്സൈഡ്സും മാംഗനീസ് ഓക്സൈഡ്സും അയൺ ഓക്സൈഡ്സായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, കാൽസ്യം സിലിക്കേറ്റ് മാംഗനീസ് സിലിക്കേറ്റ് അയൺ സിലിക്കേറ്റായിട്ട് മാറും. ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലാഗ് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടിഞ്ഞു കൂടുന്ന സ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം സിലിക്കേറ്റുകളാണ്. ഇനി നമ്മൾ Fe2O3 എന്ത് ചെയ്യും, നമ്മളുടെ റോ മെറ്റീരിയൽ ഉണ്ടായിരുന്ന സൾഫറിനെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഫോസ്ഫറസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ഫ്രീ കാർബണായിട്ട് മാറും. ഈ ഫ്രീ കാർബണാണ് നമുക്ക് മോൾട്ടൺ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നത്, അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മോൾട്ടൺ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കിട്ടിയിട്ടുള്ള ഫ്രീ അയൺ ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോസ്ഫറസിൻ്റെയും അതുപോലെ സൾഫർ ഓക്സൈഡ്സ് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് കാൽസ്യം സൾഫേറ്റും ആയിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യും, കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം സൾഫേറ്റും ആയിട്ട് മാറും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്പൺ ഹെർത്തിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെയുള്ള മോൾട്ടൺ മെറ്റലും എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ലാഗും നമുക്ക് എന്താണ് അവിടെ അറ്റ് എ ടൈം പോസിബിൾ ആണ്. ഈ സ്ലാഗിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റലായിട്ട് നമ്മൾ മാറ്റിയെടുക്കും. എന്തൊക്കെ ഉണ്ടാവും, ഇവിടെ മോൾട്ടൺ മെറ്റൽ ഉണ്ടാവും അല്ലേ താഴെ, ഇതിന് മേലെ എന്തുണ്ടാവും, നമ്മുടെ സ്ലാഗും ഉണ്ടാവും. മോൾട്ടൺ മെറ്റൽ, അതിന് മുകളിൽ എന്തുണ്ടാവും, നമ്മളെ സ്ലാഗും ഉണ്ടാവും. ഈ സ്ലാഗ് നമ്മൾ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ നമ്മൾ ടാപ്പ് ഹോൾ വെച്ചിട്ട് എന്ത് ചെയ്യും, ടാപ്പ് ഹോളിലൂടെ റിമൂവ് ചെയ്തെടുക്കും. ഇനി ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഈ മോൾട്ടൺ മെറ്റലോട്ട് റിക്വയർഡ് എമൗണ്ട് അല്ലെങ്കിൽ റിക്വയർഡ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ കാർബണിൻ്റെ കണ്ടൻറ്റും കറക്റ്റായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫെറോ മാംഗനീസ് ആഡ് ചെയ്യും. എന്തിനാണ് ആഡ് ചെയ്യുന്നത്, നമ്മളുടെ ഇതിലെ കാർബൺ കണ്ടൻറ്റ് എന്ത് ചെയ്യണം, കാർബൺ പെർസെൻറ്റേജ് റിക്വയർഡ് എമൗണ്ട്, അതായത് 1.5 ആണോ ആണെങ്കിൽ 1.5, അതിന് താഴെയാണെങ്കിൽ അതിന് താഴെ എന്ത് ചെയ്യണം, കോമ്പോസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലോട്ട് ആഡ് ചെയ്യും. ഈ ഫെറോ മാംഗനീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അയേണും അതുപോലെ തന്നെ മാംഗനീസും അതുപോലെ കാർബണും ചേർന്നാണ്. അപ്പോൾ ഈ അയേണും മാംഗനീസും കാർബണും റിക്വയർഡ് എമൗണ്ട് മോൾട്ടൺ മെറ്റലോട്ട് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സ്റ്റീലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാപ്പ് ഹോളിലൂടെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ഓപ്പൺ പ്രോസസ്സിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസും പ്രോസസ്സുകളും എന്ന് പറയുന്നത്. ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, സ്റ്റീലാണ്. ഓക്കെ, ഫെറോ മാംഗനീസുമായിട്ട് നമ്മൾ ഫെറോ സിലിക്കൺ ആഡ് ചെയ്യാറുണ്ട്. ഫെറോ സിലിക്കൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, അയേണ്, കാർബൺ, പിന്നെന്താണ് സിലിക്കൺ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എന്താ പറയുക കോമ്പൗണ്ട്സ് നമ്മൾ ഫെറോ സിലിക്കൺ അതുപോലെ ഫെറോ മാംഗനീസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് അവൈലബിൾ ആവുന്ന മോൾട്ടൺ മെറ്റൽ നമ്മൾ സ്റ്റീലാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.